ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അലോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വലിച്ചെറിഞ്ഞ് കളയണ അല്ലെങ്കിൽ ഒഴിവാക്കി കളയണ വേസ്റ്റ് ബിന്നിലിടുന്ന ഒരു ഐറ്റം വെച്ചാണ് ഇന്നത്തെ കിടിലൻ അച്ചാർ. വെറുതെ പറയാല്ല, നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. ഒരാഴ്ചയോളം ഇരുന്നതിന് ശേഷം നമ്മളെടുത്ത് ഉപയോഗിക്കുക. കുക്കറിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം തുടങ്ങി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തന്നെ നല്ലപോലെ പഴം പോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തത് വേനൽക്കാലത്താവുമ്പോൾ നമ്മൾ എങ്ങനെയായാലും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കുടിക്കുമല്ലോ. അപ്പോൾ ആ നാരങ്ങാത്തൊണ്ടെല്ലാം ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് 3-4 ദിവസം കൂടുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി ഉപ്പിടും. അതിനുശേഷം വീണ്ടും നാരങ്ങത്തൊണ്ടിടും. പിന്നെ ഒരു 5-8 ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. അതല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കര ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൽ അത്യാവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും, എന്നാലും ഇച്ചിരിയും കൂടി ഉപ്പ് നമ്മളെല്ലാം ഇത് നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ച് വെന്താലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു ചെറിയ കുക്കറിലാണ് വെച്ച് കൊടുത്തേക്കണത്. 1/2 ഗ്ലാസ്സോളം തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കത് നല്ല പോലെ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 3 വിസിലൊക്കെ കൊടുത്തോ, അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിസിൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അച്ചാറിട്ട് വയ്ക്കുക. ഒരാഴ്ച കഴിയുമ്പോഴേക്കും നല്ല സെറ്റായിട്ടുണ്ടാവും. ഇതിപ്പോൾ അപ്പം തന്നെ ഉപയോഗിക്കാൻ ഇവിടെ വേറെ അച്ചാറൊന്നും ഇരിപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുത്തതാണ്. കുക്കർ അടച്ചു കൊടുക്കുക. ഒരു 3-4 വിസിൽ കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും അത് നല്ല പോലെ ഈന്തപ്പഴവും ഇതെല്ലാം വെന്തിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയാണെങ്കിലും നല്ലപോലെ ഉരുകി നാരങ്ങയിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അത് സ്റ്റീമൊക്കെ പോയി ഇരിപ്പുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ, ഇഞ്ചിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. അപ്പം ഇത് ഈ പരുവത്തിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അപ്പം തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ 2-3 വിസിൽ കൊടുക്കുക. നല്ലെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കണത്. എണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ആവശ്യത്തിന്. പിന്നെ നാരങ്ങ തൊണ്ടായതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ ഒരു ഇത്തിരി അത്യാവശ്യം നല്ലപോലെ ചേർക്കുകയാണെങ്കിൽ നല്ല രുചി ഉണ്ടാവും. അപ്പം കടുകും ഉലുവയും ഇട്ട് കൊടുക്കേണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഫ്രൈങ് പാൻ അടപ്പത്ത് വെച്ചിട്ട് കടുക് ഉലുവയും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് ചതച്ച് മുളക് പൊടി ചേർക്കണ കൂട്ടത്തിൽ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നേരെ ഫ്രൈങ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി ആ കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ട് വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാനായിട്ട്. കടുക് പൊട്ടി വരുന്നുണ്ട്. ഉലുവയും കരിഞ്ഞു പോകാതെ കടുക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കരിഞ്ഞെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ അച്ചാറിന് ഒരു വൃത്തികെട്ട രുചിയായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഈ അച്ചാറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ അടിപൊളി രുചിയായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. എന്തായാലും കടുക് ഉലുവയും പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് കാന്താരിമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാനുണ്ട്. കാരണം കാന്താരിമുളക് വല്ലാണ്ട് പൊട്ടിത്തെറിക്കും. അപ്പം നമ്മുടെ മുഖത്ത് വീഴാതിരിക്കാൻ വേണ്ടി, മേത്തേക്കൊക്കെ തെറിക്കൂലേ, അതിന് വേണ്ടി ഞാൻ അടച്ചു വെച്ചാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കിയിടുക, വീണ്ടും അടച്ചു വെക്കാം കേട്ടോ. അപ്പോഴേക്കും അത് ഒരുവിധമായിട്ടുണ്ടാവും. ഇനി അത് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. അതിനുശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും പിന്നെ കായപ്പൊടി അത്രേ ചേർക്കണുള്ളൂ. ഉലുവാപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണ നേരം കൊണ്ട് ഇതിനാവശ്യമായ പൊടികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ തീ നല്ലപോലെ ചുരുക്കി വെച്ച് കൊടുക്കുക, കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. കാശ്മീരി മുളക് പൊടിക്ക് ഒരു റോ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അത് മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ സ്റ്റൗ നല്ലപോലെ ചൂടായതുകൊണ്ട്, പാത്രം നല്ലപോലെ ചൂടായിരിക്കണതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് പൊടികൾ ചേർത്ത് ഇളക്കി കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൊറുക്ക ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 3/4 കപ്പ് ചൊറുക്ക ഒഴിച്ചു കൊടുക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നാരങ്ങയിൽ അതിൻ്റെ സത്തും നീരും എല്ലാം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അതിന് പുളി ഉണ്ടാവില്ല അധികം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്ത്, പിന്നെ ആ ചൊറുക്ക ഒഴിച്ചപ്പോൾ അതിനും കൂടി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം തന്നെ നമ്മുടെ തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി കിടന്ന് നല്ലപോലെ വെട്ടി തിളക്കട്ടെ, എന്നാലാണ് ചെറുതായിട്ടൊരു ഗ്രേവിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ അച്ചാർ എടുക്കണ കയ്യിലോ പാത്രത്തിലോ സ്പൂണിലോ ഒന്നും വെള്ളം ഉണ്ടാവരുത്, അപ്പോൾ അത് പൂത്തു പോകും. പിന്നെ ഞാൻ ചെയ്യണത്, ഇത് തണുത്താറി കഴിയുമ്പോൾ ഒരു കുപ്പിയിലേക്ക് പകർത്തിയിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം ചെറിയ കുപ്പിയിലാക്കി മേശപ്പുറത്ത് വയ്ക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഒരു 2-3 ദിവസത്തേക്കുള്ളത്. അപ്പോൾ കുറേ നാൾ കേടുകൂടാതെ ഇരുന്നോളും. ഇപ്പം ഇത് നല്ലപോലെ വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച് ഈന്തപ്പഴവും നാരങ്ങയുടെ തൊലിയുടെ ആ മിക്സറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട്
നല്ല പോലെ അങ്ങോട്ട് ഇളക്കുക. ഒന്നും കൂടി ആ അരപ്പിലിരുന്നൊന്ന് സെറ്റാവട്ടെ. ഉപ്പും പുളിയൊക്കെ നോക്കുക, പോരായ്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മധുരവും ഇത്തിരി പോരായ്ക, മധുരം മീൻസ് നാരങ്ങ തൊണ്ട് മാത്രമുള്ളൂ, അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ വേണമെങ്കിൽ ഈന്തപ്പഴം ഇട്ടതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. വേണമെങ്കിൽ ഒരു കഷ്ണം ശർക്കര അല്ലെങ്കിൽ ഒരു സ്പൂൺ ശർക്കര അതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുത്താലും നല്ലത് തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കി ഇനി അത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പുളി ഇത്തിരി കുറവുണ്ടായതുകൊണ്ട് ഇത്തിരി ചൊറുക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ചൊറുക്ക ഒഴിച്ച് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ശർക്കര ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചുരണ്ടിയൊക്കെ എടുക്കുമ്പോഴേക്കും അത് വിട്ടുപോരൂല. അപ്പോൾ എന്തായാലും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഇതിൽ പെരണ്ടിരിക്കും, ഇത്രയും ചാറൊന്നും ഉണ്ടാവില്ല. ആ നാരങ്ങയുടെ തൊണ്ടൊക്കെ ഒന്ന് ഇതിലേക്ക് ചേർന്ന് വരുമ്പോൾ നല്ല അടിപൊളി അച്ചാറായിരിക്കും ഇട്ടത്. കണ്ടോ, നല്ല കിടുക്കാച്ച അച്ചാർ. നാരങ്ങ അച്ചാർ ഇടുന്നതിലും ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ അച്ചാർ ഇട്ടിട്ടുണ്ടെങ്കിൽ. കാരണം കുറേ നാൾ ഉപ്പിലിരിക്കുകയാണുള്ള ആ നാരങ്ങാത്തൊണ്ട്. ഓരോ ദിവസവും പിഴിയുമ്പോൾ അത് ഫ്രിഡ്ജിൽ ആ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് 3-4 ദിവസം കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് തിരുപ്പിട്ട് കൊടുക്കും. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. വേറെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.